എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും SRS പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹൈവേക്ക് തൊട്ടടുത്തായി പണിയെടുപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായ 4 ബെഡ്റൂമുള്ള വീടാണ്. പാല-തൊടുപുഴ ഹൈവേയിലെ ഒരു ചെറിയ ടൗണായ മാനത്തൂർ ടൗണിൽ നിന്ന് ഹൈവേയിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു വീടാണ്. 10 സെന്റ് സ്ഥലം, 2700 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള 2 നില വീട്, 4 വലിയ ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, ബാത്റൂമിലൊക്കെ വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന വീടാണ്. 2 നിലയിൽ നല്ല വിശാലമായ മുറ്റമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പണിയെടുപ്പിച്ചിരിക്കുന്ന വീടാണ്. ഈ സ്ഥലം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വാങ്ങാൻ സൗകര്യം കൂടി ഉണ്ട്. തൊട്ട് ചേർന്ന് നടക്കുന്ന സ്ഥലം കൂടി വാങ്ങാൻ പറ്റുന്നതാണ്. ഈ 150 മീറ്റർ മാത്രമാണ് ഹൈവേയിലേക്കുള്ള ദൂരം. അതുപോലെ പള്ളി, സൂപ്പർ മാർക്കറ്റുകൾ, പെട്രോൾ പമ്പ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട്. 1 കിലോമീറ്ററുള്ള അമ്പലമുണ്ട്. തൊട്ടടുത്ത് തന്നെ സ്കൂള് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു സ്ഥലമാണ്. ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന വില 1,15,00,000 രൂപയാണ്. പാല ടൗണിലേക്കും തൊടുപുഴയിലേക്കും ഏതാണ്ട് തുല്യ ദൂരമാണ്. പാല-തൊടുപുഴ ചെയിൻ സർവീസിൽ ഓടുന്ന റോഡിലേക്ക് വെറും 150 മീറ്റർ മാത്രമാണ് ദൂരം. ഹൈവേയുടെ തൊട്ടടുത്ത് ഇങ്ങനെ പ്രോപ്പർട്ടി നമുക്ക് നിലവിൽ കിട്ടാനില്ല. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം. നല്ല തലയെടുപ്പിൽ നിൽക്കുന്ന മനോഹരമായ 2 നില വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഹൈവേയിൽ നിന്ന് കഷ്ടിച്ചൊരു 150-200 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു വീടാണ്. അടുത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. വീടിൻ്റെ മുൻഭാഗത്തുള്ള റോഡ് ടാർ ചെയ്യാനുണ്ട്. അത് ടാർ ചെയ്ത് തരുന്നതുമാണ്. 10 സെൻറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് 2700 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. സ്ഥലം കൂടുതൽ വേണമെങ്കിൽ തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലം കൂടി വാങ്ങാനുള്ള സൗകര്യം കൂടി ഇവിടെയുണ്ട്. നല്ല വീതിയേറിയ ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ട് നിലകളിലായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 4 ബെഡ്റൂമുകളാണുള്ളത്. 4 അറ്റാച്ച്ഡ് ബാത്റൂമുകളുമാണ്. നല്ല വിശാലമായൊരു മുറ്റമാണ് ഈ വീടിനുള്ളത്. മുറ്റം മുഴുവൻ ചരല് പാകി ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു 5-8 കാറുകളൊക്കെ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ്. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികളാണ് ഈ വീടിൻ്റെ ജനലുകൾ, കതകുകൾ മുഴുവൻ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ പോലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. കടന്നു പോകുന്ന ദൂരത്തിൽ പള്ളി, കടകൾ, സ്കൂള് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ഏകദേശം 1 കിലോമീറ്ററിൽ തന്നെ പ്രശസ്തമായ അമ്പലമുണ്ട്. ഭാഗത്താണ് കാർ പോർച്ച് വന്നിരിക്കുന്നത്. ഏത് വലിയ കാറുകളും ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വന്നിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് 2 വീലർ കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിട്ടുണ്ട്. തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോറാണ് സൈഡ് കൊടുത്തിരിക്കുന്നത്. കോമ്പൗണ്ട് എല്ലാം കെട്ടിത്തിരിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്ന വീടാണ്. വീടിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി റോഡ് കടന്നു പോകുന്നു. ഒരു വഴിയാണ് കടന്നു പോകുന്നത്. വീടിൻ്റെ മുൻഭാഗത്തും ഈ ഒരു സൈഡിലുമെല്ലാം റോഡാണ്. ഹൈവേയിൽ നിന്ന് നടന്നു പോകുന്ന ദൂരത്തിൽ നല്ല ശാന്തസുന്ദരമായ പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പറ്റാത്ത കിണർ വെള്ളം നമുക്കിവിടെയുണ്ട്. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല. വെള്ളപ്പൊക്കമൊന്നും ബാധിക്കുകയോ ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇതാണ് വീടിൻ്റെ പുറകുവശം. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു വരാന്ത കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ അവിടെ വെക്കാൻ പറ്റും. കിച്ചണും വർക്ക് ഏരിയയും വീടിനുള്ളിലുണ്ട്. കൂടാതെയാണ് ചെറിയൊരു വരാന്ത കൂടി കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ വീടിൻ്റെ വശത്തു കൂടി വന്ന് പുറകിൽ കൂടി റോഡ് കടന്നു പോകുന്നു. ഈ വീടിൻ്റെ 3 സൈഡിലും വഴിയാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് ഏരിയയിലാണ് ഈ വീട് വന്നിരിക്കുന്നത്. നല്ല നല്ല വീടുകളൊക്കെ ഉള്ള, നല്ല അയൽവക്കങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. വീണ്ടും നമ്മൾ വീടിൻ്റെ മുൻഭാഗത്തേക്ക് വന്നു. നല്ല വിശാലമായൊരു മുറ്റമാണ്. നമുക്കിനി വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം. നല്ല വലിയ ജനലാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഈ ഭാഗമെല്ലാം വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. 2 പാളിയിലായി പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഡോറ്. എല്ലാം നല്ല മികച്ച ബ്രാൻഡഡ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മൾ വീടിനുള്ളിലേക്ക് കിടക്കുമ്പോൾ വിശാലമായ ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഇതിൻ്റെ സീലിംഗ് വർക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ കടന്നു വരുന്ന വിശാലമായൊരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഫാമിലി ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടി വലിയൊരു ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് നേരെ ഈ ഒരു മധ്യഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഫാനുകളും ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിരിക്കുന്നു.
ഇതാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം തേക്കിൻ തകിടിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജനലുകളും കതകളും എല്ലാം തേക്കാണ്. വലിയ ജനൽ കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വരുന്നൊരു ബെഡ്റൂമാണ്. കബോർഡുകളുണ്ട്. എല്ലാ ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. ഇതുപോലെ വലിയ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സൗകര്യങ്ങളുള്ള വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. എല്ലാ ബാത്റൂമുകളും ഇതുപോലെ പാർട്ടീഷൻ കൂടി ചെയ്തിട്ടുണ്ട്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ തിരിച്ചിട്ടുണ്ട്. സിംഗിൾ പീസ് വാൾ മൗണ്ടഡ് ക്ലോസറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും ജാഗ്വാർ, സെറ പോലുള്ള ബ്രാൻഡുകളുടെയാണ് ടാപ്പ് ഐറ്റംസും സെറാമിക് ഐറ്റംസും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. മുകൾ ഭാഗം ഒരു ടൈൽസ് എല്ലാം കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ വാഷ് കൗണ്ടർ ഈ ഒരു കോർണറിലായിട്ട് സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. ജാഗ്വാറിൻ്റെ ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. നല്ല വലിയ ബെഡ്റൂമുകളാണ് ഈ വീട്ടിലെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ ജനലുകളും കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. 3 ഡോറിൻ്റെ വലിയ വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. ഡ്രസ്സിംഗ് ഏരിയയും അതോടൊപ്പം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും വന്നിരിക്കുന്നു. ബാത്റൂമുകളെല്ലാം ഇതേപോലെ തന്നെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. വാൾ മൗണ്ടഡ് ക്ലോസറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ കിടക്കുന്നത് കിച്ചണിലേക്കാണ്. നല്ല വലിപ്പമുള്ള കിച്ചണാണ്. ധാരാളം കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു കിച്ചണാണ്. നല്ല ഭംഗിയുള്ള ടൈൽസാണ് ഫ്ലോറിൽ മൊത്തം കൊടുത്തിരിക്കുന്നത്. ടാപ്പുകളൊക്കെ ജാഗ്വാറാണ്. നല്ല മികച്ച ക്വാളിറ്റി തന്നെ നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. ഇവിടെ നമുക്കൊരു സെക്കൻഡ് കിച്ചൺ കൂടിയുണ്ട്. ഇവിടെയും ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. ഇവിടെയും ധാരാളം കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് ചെറിയൊരു വരാന്ത കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ താഴത്തെ നിലയിൽ 2 ഹാളുകൾ, 2 ബെഡ്റൂമുകൾ, കിച്ചൺ, വർക്ക് ഏരിയ ഒക്കെയാണുള്ളത്. ഇനി നമുക്ക് രണ്ടാം നിലയിലേക്ക് കൂടി ഒന്ന് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഒരു വലിപ്പം. വേണമെങ്കിൽ വീണ്ടും ഒരു പാർട്ടീഷൻ കൂടി ചെയ്യാനുള്ളൊരു വലിപ്പമുള്ള വലിയ ഹാളാണ്. ഹാൻഡ്രയിലൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കടന്നു വരുന്നത് വിശാലമായൊരു ഹാളിലേക്കാണ്. ഇവിടെയും നല്ലൊരു വലിയ ഹാള് കൊടുത്തിരിക്കുന്നു. TV യൂണിറ്റ് എന്നുള്ള ഓപ്ഷൻ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുകൾ നിലയിലെ ഒരു ബെഡ്റൂം. നല്ല വലിയ ബെഡ്റൂമുകളാണ് എല്ലാം തന്നെ. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് റൂഫൊക്കെ ചെയ്തെടുക്കാവുന്ന പോലത്തെ ഒരു സ്പേസാണ്. ഇഷ്ടംപോലെ ഒരു സ്പേസ് ഇവിടെയും കിട്ടും. അപ്പോൾ ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ ഇവിടെയും വെക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലും ഓപ്പൺ ടെറസ് വന്നിരിക്കുന്നു. വീടിൻ്റെ പുറവശത്ത് 2 സൈഡിലും വലിയ ഓപ്പൺ ടെറസുകൾ വന്നിട്ടുണ്ട്. ഈ രണ്ടും വേണമെങ്കിൽ GA ഷീറ്റൊക്കെ എടുത്ത് നമുക്ക് കവർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നല്ല യൂട്ടിലിറ്റി സ്പേസ് കിട്ടും. അപ്പോൾ ഇതാണ് 4ാമത്തെ ബെഡ്റൂം. ഈ ഒരു ഭാഗത്തായി TV യൂണിറ്റിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ TV നമുക്ക് ഇവിടെയും വെക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് അടുത്ത ബെഡ്റൂം. വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വരുന്ന വലിയ ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമുകൾക്കും നല്ല വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് വലിയ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിൽ ചെറിയ കബോർഡ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. 4 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ബാത്റൂമുകളാണ്. മുകൾ ഭാഗം വരെ ടൈൽസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വീടിൻ്റെ മുൻഭാഗത്തെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നു.
നല്ല ഭംഗിയേറിയൊരു ബാൽക്കണിയാണുള്ളത്. ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു വിശാലത. നല്ല സൗകര്യത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണിത്. 1.5 സെന്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2700 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളായി പണി കഴിപ്പിച്ചിരിക്കുന്നു. നല്ല വിശാലമായ ഹാളുകൾ, കിച്ചൺ, വർക്ക് ഏരിയ കൂടാതെ ചെറിയ വരാവുന്ന പുറകുവശത്തുണ്ട്. അപ്പം 4 ബെഡ്റൂമുകളുണ്ട്, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. എല്ലാത്തിനും കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നു. ബാത്റൂമുകളെല്ലാം നല്ല പാർട്ടീഷൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ബ്രാൻഡ് ക്വാളിറ്റി ഐറ്റംസ് മാത്രം ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. സെറാ, ജാഗ്വാർ പോലുള്ള ഉൽപ്പന്നങ്ങളാണ് ടാപ്പുകളും സെറാമിക് ഐറ്റംസും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ രീതിയിലും വയറിംഗ് മെറ്റീരിയൽസും അതുപോലെ തന്നെ എല്ലാ നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ല വീടാണ്. ഹൈവേയിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രമാണ് ദൂരം. അതുപോലെ തന്നെ വീടിൻ്റെ തൊട്ട് മുന്നിൽ കൂടെ റോഡ് കൂടി ടാർ ചെയ്യാനുണ്ട്. അപ്പോൾ 1-2 വീടുകൾ കൂടി ഇവിടെ വരുന്നതാണ്. നല്ല അയൽവക്കങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ്. വെള്ളപ്പൊക്കം, പ്രളയം പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഏരിയയാണ്. RC പള്ളിയിലേക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അമ്പലത്തിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം. തൊട്ടടുത്ത് അതുപോലെ തന്നെ സ്കൂളുണ്ട്, സൂപ്പർ മാർക്കറ്റുകൾ, പെട്രോൾ പമ്പുകൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന പോലെ 1,15 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യം ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തിരക്കാണെന്ന് നമ്പർ വിളിക്കുക. നിങ്ങൾക്ക് മികച്ച ക്വാളിറ്റിയുള്ള നല്ലൊരു വീട് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.